ഈ കേരളത്തിലെ പല ബുദ്ധിജീവികളും പല ഇടതുപക്ഷ വിമർശകരും അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള സാമൂഹിക നിരീക്ഷകരും എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പല ആളുകളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ എം എൻ കാരശ്ശേരി മാഷ പോലെയുള്ള ആളുകൾ പോലും അദ്ദേഹം ഇപ്പോൾ തള്ളി പറഞ്ഞെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ എന്ന് പറയുന്നത് അത്ര നല്ല പയ്യനായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം VS അച്യുതാനന്ദൻ്റെ ഒപ്പം നിൽക്കുകയും അദ്ദേഹത്തോട് വലിയ തോതിലുള്ള ലോയൽറ്റി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ സമൂഹത്തോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ എടുത്തിട്ടുള്ള പല നിലപാടുകളും നമുക്കറിയാം. അദ്ദേഹം വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളെ, ഈ പറഞ്ഞ പോലെ പെൺവാണിഭക്കാരെയും അതുപോലെ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഒക്കെ തന്നെ കയ്യാമം വെച്ച് നടത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കൂടാതെ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിലടക്കം അദ്ദേഹം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളും പോരാട്ടങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ അവരെയൊക്കെ പിന്തുണച്ചിരുന്ന VS അച്യുതാനന്ദനെയൊക്കെ ആ സമയത്ത് വലിയ പിന്തുണച്ചിരുന്ന ആളുകളടക്കം യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരഴകുഴമ്പൻ നിലപാടാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അവർ തീർച്ചയായിട്ടും ഇപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് പലരുടെയും കാര്യത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് അതാത് സമയത്ത് അതൊക്കെ ഉയർന്നു വന്നപ്പോൾ അതിനെയൊക്കെ കൃത്യമായും വളരെ കണിശമായും നിശ്ചിതമായും ഒക്കെ വിമർശിക്കുകയും അതേപോലെ തന്നെ ഈ കാര്യത്തെയും വിമർശിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഈ കാര്യത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവരൊക്കെ വിഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തോട് ഇപ്പോൾ കാണുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചൊക്കെ തന്നെ ഇവർ വലിയ തോതിൽ കുണ്ഠിതപ്പെടുകയും വറയിടാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജും വലിയ നേട്ടവുമാണ് LDFന് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത് വലിയ തോതിലുള്ള പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നു എന്നാണ്. ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സപ്പോർട്ട് മുഴുവൻ കിട്ടുന്നത് പെയ്ഡായി കൊടുക്കുന്ന PR ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുമ്പോൾ മാത്രം കിട്ടുന്ന സപ്പോർട്ടാണ്. അല്ലാതെ യാതൊരുവിധ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിലില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും ആക്കുമെന്ന് കോൺഗ്രസ് പോലും പറയാത്തത് എന്താണ്? കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും VD സതീശനൊക്കെ കൃത്യമായിട്ട് അറിയാം ഇത് വലിയ തലവേദനയാകുമെന്ന്. അതുകൊണ്ടാണ് ഒരു പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്ത് പുറത്താക്കിയത്. അതല്ലാതെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കിയത് അതുകൊണ്ടാണ്, ആദ്യത്തെ പരാതി വരുമ്പോൾ തന്നെ. കാരണം ഇത് വലിയ തലവേദനയാകുമെന്നും ജനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും അറിയാം. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായിട്ടുള്ള യുവതികളും ഈ പറഞ്ഞ യുവാക്കളും അടക്കമുള്ള നമ്മുടെ പൊതുസമൂഹം മൊത്തത്തിൽ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കൊണ്ട് വലിയ തോതിലുള്ള നാണക്കേടും വലിയ തോതിലുള്ള അപജയവുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും ആദ്യം കോൺഗ്രസ് രക്ഷപ്പെട്ടത് കൃത്യസമയത്ത് തന്നെ ഒന്ന് നടപടിയെടുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന ഇടതുപക്ഷത്തെ എതിർക്കുകയും എന്നാൽ ഈ പറഞ്ഞ പോലെ നിഷ്പക്ഷരായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ഇവരെയെല്ലാം ഈ പറഞ്ഞ പോലെ വളരെ ബഹുമാനത്തോടെയൊക്കെ കണ്ടിരുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഇനി ഇവരോടൊപ്പം നിന്നിട്ടൊന്നും കാര്യമില്ല, ഇത് താൽക്കാലികമായിട്ടുള്ള ഇവരുടെ നിലപാടുകളാണ്, അത് തരാതരം മാറിക്കൊണ്ടിരിക്കും, അല്ലാതെ ഇവർക്ക് സ്ത്രീപക്ഷ നിലപാടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷത്തോടൊപ്പം കൂടുതൽ ആളുകൾ ചേരാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ നമ്മുടെ നാട്ടിലെ മറ്റ് നിരവധി ഓൺലൈൻ ചാനലുകളും ഓൺലൈൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുമൊക്കെ തന്നെ ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവർ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് MLA ആയി സ്വതന്ത്രനായി മത്സരിക്കണം, ഉറപ്പായും ജയിക്കുമെന്ന് പറയും. തൊട്ടടുത്ത ദിവസം പറയും സ്ത്രീ പീഡകനാണോ അതോ സൈക്കോപാത്താണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്ന് പറയും. മൂന്നാമത്തെ ദിവസം പറയും ഇത് നിങ്ങളെ ചീമുട്ട എറിയാനുള്ള വലിയ ഈ പറയുന്ന പോലെ സാഹചര്യം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്, അത് തെറ്റല്ലേ എന്ന് പറയും. നാലാമത്തെ ദിവസം പറയും എന്താണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളത് പറയും. ഇങ്ങനെ പലതവണ മാറി മാറി വരുന്ന നിലപാടുകൾ കൊണ്ട് LDFനും CPMനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഗുണമെന്ന് പറയുന്നത് അവരെ വളരെ വസ്തുനിഷ്ഠമായി കൃത്യതയോടുകൂടി വിമർശിച്ചിരുന്ന ഇത്തരം ആളുകളുടെ പോലും ക്രെഡിബിലിറ്റികൾ കുറയുകയും യഥാർത്ഥത്തിൽ ഇനി തമ്മിൽ ഭേദം യഥാർത്ഥത്തിൽ LDFും പിണറായി വിജയൻ്റെ ഭരണവുമൊക്കെയാണ് തോന്നുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും VS അച്യുതാനന്ദൻ എന്ത് പറയുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിൽ നിന്ന് പടിയടച്ച് പിണ്ഡം വെക്കണമെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഈ പറയുന്ന പോലെ എന്താണ് യഥാർത്ഥത്തിൽ വള്ളിച്ചൂരൽ അടിക്കേണ്ടതാണെന്നും പറയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല.
അത്തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും അത്തരത്തിലുള്ള ഈ പറഞ്ഞ പിന്തുടർച്ച അവകാശവും ഒക്കെ അവകാശപ്പെടുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം മാറി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ നിഷ്പക്ഷരായ മറ്റൊരു ഈ പറഞ്ഞ പോലെ ബദൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് പേർ നിരാശരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഉള്ളത് അന്ധമായിട്ടുള്ള CPM-ൻ്റെയോ LDF-ൻ്റെയോ വിരോധം മാത്രമാണെന്നും തെറ്റുകളെ ചെറുക്കാനുള്ള ആർജവം ഇവർക്കില്ലെന്നുമുള്ള തിരിച്ചറിവുകളിലേക്കും നിരാശയിലേക്കും ഒരുപാട് ജനങ്ങൾ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം.